കുടൽമാണിക്യം ദേവസ്വത്തിൽ ജോലിയിലെ ജാതി വിവേചന വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരെന്ന് ദേവസ്വം ചെയർമാൻ. ജാതിയുടെ പേരിൽ തൊഴിലിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്നത് ആധുനിക സമൂഹത്തിന് ചേരാത്തതെന്ന് മന്ത്രി ആർ ബിന്ദു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ LSD കേസിൽ കുടുക്കിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. സംസ്ഥാനത്ത് മയക്കുമരുന്നിനായി ഉപയോഗിക്കുന്നത് കഞ്ചാവ് മുതൽ മാരക രോഗത്തിനുള്ള മരുന്ന് വരെ. ജില്ലയിൽ ലഹരിക്കെതിരെ സമൂഹം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ. മണലി മടവാക്കര റോഡ് തകർന്നു. ടോൾ ഒഴിവാക്കി ഭാരവാഹനങ്ങൾ പോകുന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് ആക്ഷേപം. റോഡിന്റെ വശങ്ങളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പ്രധാന ജലവിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവർത്തികൾ തുടങ്ങി. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള പൈപ്പുകളും 10 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പുകളുമാണ് മാറ്റുന്നത്. പാതിവഴിയിൽ നിർത്തിയ കൈമുക്ക് ജലസേചന പദ്ധതിക്ക് പുനരുജ്ജീവനം. പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായ ജലസേചന പദ്ധതിയാണ് പമ്പിംഗ് നടത്താനാകാതെ ഉപേക്ഷിച്ചിരുന്നത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. കുടൽമാണിക്യം ദേവസ്വത്തിൽ ജോലിയിലെ ജാതി വിവേചനം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന് ദേവസ്വം ചെയർമാൻ CK ഗോപി. ബാലുവിന് കഴകജോലിക്ക് പിന്തുണ നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ബാലുവിനെ മറ്റൊരു തസ്തികയിലേക്ക് മാറ്റാനാവില്ല. കഴകം പ്രവൃത്തിയിലാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. ബാലു അപേക്ഷ നൽകിയാൽ സർക്കാരിനെ കൈമാറുമെന്നും ചെയർമാൻ പറഞ്ഞു. ജോലി ഉത്തരവ് നടപ്പിലാക്കുക മാത്രമാണ് ദേവസ്വത്തിന്റെ ചുമതല. വർക്ക് അറേഞ്ച്മെന്റ് പ്രകാരം തസ്തിക മാറ്റാൻ പറ്റില്ലെന്നും കഴകജോലി തുടരാൻ ബാലുവിന് പിന്തുണ നൽകുമെന്നും ദേവസ്വം ചെയർമാൻ പറഞ്ഞു. ഇതേസമയം ക്ഷേത്രത്തിലെ കഴക വിവാദത്തിൽ അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയാലും മാല കെട്ടാൻ താനില്ലെന്ന് നിയമനം ലഭിച്ച തിരുവനന്തപുരം സ്വദേശി ബാലു പറഞ്ഞു. തന്നെ ക്ഷേത്രത്തിൽ ആരും ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ല. തനിക്ക് അഡ്മിനിസ്ട്രേറ്റർ നൽകിയ ഓഫീസ് ജോലിയോടാണ് താൽപര്യമെന്നും അവധിക്ക് ശേഷം ഓഫീസ് ജോലിക്കായി ദേവസ്വത്തിന് അപേക്ഷ നൽകുമെന്നും ബാലു പറഞ്ഞു. കുടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകക്കാരനായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമാനുസൃതം നിയമനം ലഭിച്ച യുവാവിന് ഔദ്യോഗിക കൃത്യനിർവഹണം സാധ്യമാകാത്ത അവസ്ഥയുണ്ടായത് മതനിരപേക്ഷ ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ജാതിയുടെ അടിസ്ഥാനത്തിൽ തൊഴിലിൽ നിന്നും മാറി നിൽക്കേണ്ടി വരികയെന്നത് ആധുനിക സമൂഹത്തിന് നിരക്കുന്നതല്ല. കുലം, കുലത്തൊഴിൽ, കുലമഹിമ തുടങ്ങിയ ആശയങ്ങൾ അപ്രസക്തമായ കാലമാണിത്. മാല കെട്ടുന്നതിന് പോലും ജാതിയുടെ അതിർവരമ്പ് നിശ്ചയിക്കുന്നത് കാലത്തിന് നിരക്കുന്ന പ്രവൃത്തിയാണോ എന്ന് ബന്ധപ്പെട്ടവർ പുനർവിചിന്തനം ചെയ്യുമെന്ന് കരുതുന്നു. ഉയർന്നുവന്ന പ്രശ്നത്തിന് ഗുണാത്മകമായ പരിഹാരമുണ്ടാകുന്നതിന് ബന്ധപ്പെട്ട ഏവരുടെയും ജാഗ്രത വേണമെന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ LSD കേസിൽ കുടുക്കിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഡിവൈഎസ്പി VK രാജുവാണ് അന്വേഷണ സംഘ തലവൻ. സംഭവത്തിൽ പ്രതിയായ നാരായണദാസിന്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. കോടതിയിൽ നിന്ന് ഒരു സഹതാപവും നാരായണദാസ് പ്രതീക്ഷിക്കേണ്ടെന്നും കോടതി വാക്കാൽ പറഞ്ഞു. ഷീല സണ്ണി 72 ദിവസത്തിനടുത്ത് ജയിലിൽ കഴിഞ്ഞു. എന്നാൽ നാരായണദാസ് 72 മണിക്കൂർ പോലും ജയിലിൽ കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മണലി മടവാക്കര റോഡ് തകർന്നു. ടോൾ ഒഴിവാക്കി ഭാരവാഹനങ്ങൾ പോകുന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് ആക്ഷേപം. റോഡിന്റെ വശങ്ങളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യം. പാലിയേക്കര ടോൾപാതയ്ക്ക് സമാന്തരമായുള്ള മണലി മടവാക്കര റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. നെന്മണിക്കര പഞ്ചായത്തിന്റെ പരിധിയിലുള്ളതാണ് റോഡ്. ടോൾ ഒഴിവാക്കിയുള്ള ഭാരവാഹനങ്ങൾ പോകുന്നതാണ് തകർച്ചയ്ക്ക് കാരണമായത്. മണലിപ്പുഴയോട് ചേർന്നുള്ള റോഡിന്റെ 1 കിലോമീറ്ററിലേറെ ഭാഗമാണ് കുണ്ടും കുഴിയും നിറഞ്ഞത്. പുഴയോരത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതുമൂലം അപകടങ്ങൾ പതിയിരിക്കുകയാണ്. റോഡിന്റെ വശങ്ങൾ കാടുമൂടിയതോടെ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനിടമില്ലാത്ത അവസ്ഥയാണ്. 2 വർഷം മുൻപ് റോഡിന്റെ ചില ഭാഗങ്ങൾ കട്ടവിരിച്ചും കോൺക്രീറ്റ് ഇട്ടും നവീകരിച്ചിരുന്നു. എന്നാൽ ടോറസ് ലോറി ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ ടോൾ ഒഴിവാക്കി പോയി തുടങ്ങിയതോടെ റോഡ് പാടെ തകർന്നു. നിലവിൽ ചെറുവാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച റോഡ് തകർന്നിട്ടും ഭാരവാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം.
റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതോടൊപ്പം പുഴയോരത്ത് ഇരുമ്പുകാടുകൾ സ്ഥാപിച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. ആമ്പല്ലൂര് റവക്കാട് മടവക്കര റോഡ് വളരെ തകർച്ചാ ഭീഷണിയിലാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ക്രാഷ് ഗാർഡ് നിർമ്മിക്കാത്തത് മൂലം അപകടം പതിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ആവശ്യം. TCV പുതുക്കാട്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പ്രധാന ജലവിതരണ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങി. ജല അതോറിറ്റിയുടെ കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള കേച്ചേരി മുതൽ അക്കിക്കാവ് വരെയുള്ള ഭാഗങ്ങളിലാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. 17 കോടി രൂപയാണ് ചെലവ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായി നവീകരിക്കുന്ന സംസ്ഥാന പാതയുടെ നിർമ്മാണം 2023 പൂർത്തിയാകേണ്ടതായിരുന്നു. കാലാവധിക്കുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന കരാർ കമ്പനിയെ ഒഴിവാക്കി പുതിയ കരാറുകാരെ നിയമിച്ചതോടെയാണ് ഇപ്പോൾ വീണ്ടും പണികൾ തുടങ്ങിയത്. മഴ തുടങ്ങുന്നതിന് മുൻപ് ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കാനാണ് പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി കല്ലുംപുറം മുതൽ പെരുമ്പിലാവ് വരെയുള്ള റോഡിൽ 1ാം ഘട്ട ടാറിംഗ് നടത്തിയെങ്കിലും ജല അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റാത്തതിനാൽ അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗങ്ങളിൽ കലുങ്ക് നിർമ്മാണം ഒഴികെ ഒരു പ്രവൃത്തിയും നടത്തിയിരുന്നില്ല. നിർവഹണ ഏജൻസിയായ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിനാണ് ഇപ്പോൾ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ചുമതല. പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയതും മേൽനോട്ടം വഹിക്കുന്നതും ജല അതോറിറ്റിയാണ്. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള വലിയ പൈപ്പുകളും 10 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പുകളുമാണ് മാറ്റുന്നത്. അരനൂറ്റാണ്ടോളം പഴക്കമുള്ളവയാണ് നിലവിലുള്ളത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങിയതോടെ സംസ്ഥാന പാതയിൽ കുന്നംകുളത്തിനും അക്കിക്കാവിനും ഇടയിലുള്ള ഗതാഗതം ദുരിതമായി. പൈപ്പിടാൻ കുഴിച്ച കുഴിയുടെ സമീപം ദിശ പാലിക്കാതെ ഒരേ സമയം എത്തുന്ന വാഹനങ്ങൾ കടുത്ത ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത്. ഇത് പലപ്പോഴും തർക്കത്തിന് ഇടയാക്കുന്നുണ്ട്. ഗതാഗത തടസ്സം രൂക്ഷമാകുമ്പോൾ ദീർഘദൂര ബസ്സുകൾ പഴഞ്ഞു വഴിയാണ് പെരുമ്പിലാവിലെത്തുന്നത്. അമിത വേഗത്തിൽ ഗ്രാമീണ റോഡ് വഴി എത്തുന്ന ബസ്സുകൾ ഈ വഴിയുള്ള ഗതാഗതത്തിനും ഭീഷണിയാകുന്നുണ്ട്. പണികൾ തീരും വരെ കൃത്യമായ ഗതാഗത നിയന്ത്രണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ് കുന്നംകുളം. പാതിവഴിയിൽ നിർത്തിയ കൈമുക്ക് ജലസേചന പദ്ധതിക്ക് വീണ്ടും ജീവൻ വച്ചു. കുഴൂർ പഞ്ചായത്തിലെ കാക്കുളിശ്ശേരിയിൽ 2012 രാജ്യസഭാ MP ആയിരുന്ന ഡോക്ടർ കപില വാത്സ്യായന്റെ വികസന ഫണ്ട് 38 ലക്ഷം രൂപ ചെലവഴിച്ച് തുടങ്ങിയ ജലസേചന പദ്ധതിയാണ് പമ്പിംഗ് നടത്താനാകാതെ ഉപേക്ഷിച്ചിരുന്നത്. പാടശേഖരത്തിന്റെ ഭാഗമായ കുളത്തിൽ നിന്ന് 50 HP-യുടെ മോട്ടോർ ഉപയോഗിച്ച് പമ്പിംഗ് നടത്തി ജലസേചനം ഒരുക്കാനാണ് പദ്ധതി ആരംഭിച്ചത്. എന്നാൽ കരിങ്ങാട്ടുചാലിൽ നിന്ന് കുളത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള കൃത്യമായ പദ്ധതി ഇല്ലാതെയായിരുന്നു പ്രവൃത്തി നടന്നത്. കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകി പദ്ധതിക്ക് വേണ്ടി പുരയിടങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും പൈപ്പുകൾ സ്ഥാപിച്ചിരുന്നു. കരിങ്ങാട്ടുചാലിൽ നിന്ന് കുളത്തിലേക്ക് സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ ചെളി നിറഞ്ഞ് അടഞ്ഞു പോയതാണ് തുടക്കത്തിലെ പദ്ധതി പാളിയത്. ഒരടി വ്യാസമുള്ള 2 പൈപ്പുകളാണ് ഇതിനായി പാടശേഖരത്തിലൂടെ സ്ഥാപിച്ചിരുന്നത്. ഈ പൈപ്പുകൾ അടഞ്ഞത് കുളത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള വഴി അടയ്ക്കുകയായിരുന്നു. ഇപ്പോൾ കരിങ്ങാട്ടുചാലിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള കനാൽ നിർമ്മിച്ച് പമ്പിംഗ് സാധ്യമാക്കുന്ന നിലയിലേക്ക് പദ്ധതിയെ ഒരുക്കിയിട്ടുമുണ്ട്. ചാലിൽ നിന്ന് 200 മീറ്ററിലധികം ദൂരമാണ് കുളത്തിലേക്കുള്ളത്. ബെന്നി ബെഹനാൻ MP-യുടെ വികസന ഫണ്ടിൽ നിന്ന് 27 ലക്ഷവും കുഴൂർ പഞ്ചായത്തിന് 12.5 ലക്ഷവും മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷവും VR സുനിൽകുമാർ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമുള്ള 2 ലക്ഷവും ഉപയോഗിച്ചാണ് പദ്ധതി വീണ്ടും ആരംഭിച്ചത്. പ്രളയത്തിൽ മുങ്ങിപ്പോയ മോട്ടറും ഇലക്ട്രിക്കൽ സാധനങ്ങളും ശരിയാക്കിയാണ് വീണ്ടും കൈമുക്ക് ജലസേചന പദ്ധതി പ്രാവർത്തികമാക്കിയതെന്നും കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും പദ്ധതി ഏറെ പ്രയോജനപ്പെടുമെന്നും കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം MP ശ്രീ ബെന്നി ബെഹനാൻ അവരുടെ വികസന ഫണ്ടിൽ നിന്ന് നമുക്കൊരു 28 ലക്ഷം രൂപ അനുവദിക്കുകയും ഒപ്പം തന്നെ പഞ്ചായത്ത് 3 ഘട്ടങ്ങളിലായിട്ട് 23 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ തോട് വാർത്ത് കോൺക്രീറ്റ് ചെയ്ത ആവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്തി ഇവിടുത്തെ കർഷകർക്ക് ജലസേചനം നടത്തുന്നതിന് ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. ഈ ദിവസങ്ങളിലാണ് മോട്ടറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അധികം വൈകാതെ തന്നെ ഇനി മറ്റുള്ള സ്ഥലങ്ങളിലേക്കും നമ്മുടെ 5 ലക്ഷം രൂപയുടെയും വെച്ചിട്ട് പൈപ്പിൻ്റെ എക്സ്റ്റൻഷൻ വരെ എത്തി ബാക്കിയുള്ളവർക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. പ്രളയത്തിൽ മോട്ടോർ ഷെഡ് ഉൾപ്പെടെ പൂർണ്ണമായി മുങ്ങിയതിനാൽ ഉപയോഗശൂന്യമായിരുന്നു. പദ്ധതി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിൽ നിന്നാണ് ജനപ്രതിനിധികളും കൈമുക്ക് ജലസേചന പദ്ധതിയുടെ
ഗുണഭോക്തൃ സമിതിയും കൈകോർത്ത് പുതുജീവൻ നൽകിയത്. പമ്പിംഗ് നടത്തിയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച തകരാറിലായ വാൽവുകളും പൈപ്പുകളും അറ്റകുറ്റപ്പണികൾ നടത്തി പ്രദേശത്തെ എല്ലാവർക്കും വെള്ളമെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വേഗത്തിൽ നടക്കുകയാണെന്ന് വാർഡംഗം ബ്രിൻസി ഷൈജൻ പറഞ്ഞു. ഗുണഭോക്തൃ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. TCV ന്യൂസ്, മാള. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഏർപ്പെടുത്തിയ കേരള വിഷൻ സമ്മാനോത്സവ് 2025 ഫെബ്രുവരി മാസത്തെ നറുക്കെടുപ്പ് നടന്നു. ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടറിന് 088935 എന്ന നമ്പർ അർഹമായി. 081, 821 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന നമ്പറുകൾക്കാണ് പ്രോത്സാഹന സമ്മാനം. തൃശ്ശൂരിൽ നടന്ന ചടങ്ങിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസിയാണ് ഭാഗ്യശാലികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. ജനകീയവും സുതാര്യവുമായ പ്രവർത്തനങ്ങളിലൂടെ കോർപ്പറേറ്റ് കുത്തകകളെ പ്രതിരോധിച്ച് മുന്നേറുന്ന പ്രസ്ഥാനമാണ് കേരള വിഷൻ എന്ന് ഡെപ്യൂട്ടി മേയർ വിശേഷിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി 50 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയാണ് തൃശൂർ കേരള വിഷൻ നടപ്പാക്കിയിരിക്കുന്നത്. 2025 ജനുവരി മുതൽ മാർച്ച് 31 വരെ മാസം തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകുന്നത്. ഇതിനായി ഓരോ 250 രൂപയുടെ വരിസംഖ്യയ്ക്കും ഓരോ സമ്മാന കൂപ്പണാണ് കേരള വിഷൻ വരിക്കാർക്ക് നൽകുന്നത്. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ സൂപ്പർ ബമ്പർ സമ്മാനമായി നൽകുന്നത് ഇലക്ട്രിക് കാറാണ്. കൂടാതെ 5 വീതം ഇൻവെർട്ടർ AC, വാഷിംഗ് മെഷീൻ, ആൻഡ്രോയിഡ് TV എന്നിവയും 5000 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. TCV ന്യൂസ്, തൃശൂർ. ഭക്തർക്ക് ദർശന സായുജ്യമായി ഗുരുവായൂരപ്പൻ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളി. ഉത്സവത്തിന്റെ 2ാം ദിവസം മുതൽ ആറാട്ടുവരെ ഭഗവാൻ പഴുക്കാമണ്ഡപത്തിലാണ് എഴുന്നള്ളുന്നത്. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് സപ്തമാതൃകൾക്ക് സമീപവും രാത്രി വടക്കേ നടയിലുമാണ് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിക്കുന്നത്. സ്വർണത്തിൽ ശ്രീകോവിലിന്റെ മാതൃകയിൽ തീർത്ത പഴുക്കാമണ്ഡപത്തിൽ ആലവട്ടം, വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ച് വീരാളിപ്പട്ടിൽ ഭഗവത് തിടമ്പ് എഴുന്നള്ളിക്കും. ചുറ്റുഭാഗത്തുമായി 12 വെള്ളിക്കുത്തുവിളക്കുകളും സാമ്പ്രാണിയും അഷ്ടഗന്ധവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങളും നിരത്തും. മുന്നിൽ നിറഞ്ഞു കത്തുന്ന ദീപസ്തംഭവും ഉണ്ടാകും. സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളുന്ന ഭഗവാനെ തൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് പൊലിമ പകർന്ന് കലാപരിപാടികൾക്ക് തുടക്കമായി. 10 ദിവസവും ഇടതടവില്ലാതെ 4 വേദികളിലായാണ് കലാപരിപാടികൾ നടക്കുക. കലാപരിപാടികൾക്കായി 42 ലക്ഷം രൂപയാണ് ഉത്സവ എസ്റ്റിമേറ്റിൽ ദേവസ്വം നീക്കിവച്ചിരിക്കുന്നത്. ഉത്സവത്തിന് കൊടിയേറിയതോടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾക്ക് തിരിതെളിഞ്ഞു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് മേജർ സെറ്റ് കഥകളി അരങ്ങേറി. കലാമണ്ഡലം രതീഷ് ബാസിന്റെ മിഴാവിൽ തായമ്പക, KP ജനചന്ദ്രന്റെ ഭക്തിഗാനമേള, തൃച്ചംബരം മുരളിയുടെ ഗിറ്റാർ ഫ്യൂഷൻ, RLV രാമകൃഷ്ണൻ, കലാമണ്ഡലം വിജയകുമാർ, RLV ഗായത്രി വിജയകുമാർ എന്നിവരുടെ നൃത്തത്രയം എന്നിവ ഏറെ ആസ്വാദകരമായി. MG ശ്രീകുമാറിന്റെ ഭക്തിഗാനമേള ആസ്വാദകരുടെ മനം കവർന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആദ്യ ദിനത്തിലെ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത് 1/4 ലക്ഷത്തോളം ഭക്തർ. ഇതിനു പുറമെ 2 നേരങ്ങളിലായി 1/2 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഉത്സവ പകർച്ചയും നൽകി. ഉത്സവത്തിന്റെ 2ാം വിളക്ക് മുതലാണ് പ്രസാദ ഊട്ട് നൽകുന്നത്. തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 1200ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ഗുരുവായൂരപ്പന്റെ ചിത്രത്തിന് മുന്നിൽ ഇലയിട്ട പാളപാത്രത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ കന്നിയും മുതിര ഇടിച്ചക്ക പുഴുക്കും വിളമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കണ്ണന് മുന്നിൽ നൃത്താർച്ചനയുമായി വനിതകളുടെ തിരുവാതിര കളിയരങ്ങ് ഉണർന്നു. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 7 വരെയാണ് തിരുവാതിരക്കളി നടക്കുക. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവർ ഗുരുവായൂരപ്പന് മുന്നിൽ തിരുവാതിര അവതരിപ്പിക്കുന്നുണ്ട്. 650 വനിതാ സംഘങ്ങളാണ് ഇത്തവണ തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണിത്. 316 സംഘങ്ങളാണ് കഴിഞ്ഞ വർഷം തിരുവാതിരക്കളി അവതരിപ്പിച്ചത്.
ഷൊർണൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് 12.5 കിലോ കഞ്ചാവ് പിടികൂടി. ഉത്തർപ്രദേശ് സ്വദേശി രാജേഷ് രഞ്ജകാണ് പിടിയിലായത്. നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൽ മുനീറിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡാണ് കഞ്ചാവ് പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. കൊടുങ്ങല്ലൂർ മേത്തല കയർ സൊസൈറ്റിക്ക് സമീപം കണ്ണന്തറ വീട്ടിൽ കണ്ണനാണ് 24 മണിക്കൂറിനകം 2 വട്ടം അറസ്റ്റിലായത്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കണ്ണൻ തിങ്കളാഴ്ച രാസലഹരിയുമായി പിടിയിലായിരുന്നു. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായുള്ള രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 100 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AV മോയിഷ്, PR സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് അനീഷ് E. പോൾ, സിവിൽ എക്സൈസ് ഓഫീസർ KM സിജാദ്, സനത് സേവിയർ, മുഹമ്മദ് ദിൽഷാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്നീം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി. പുളിക്കക്കടവ് പാലത്തിന് സമീപത്തു നിന്നും 16 ഗ്രാം കഞ്ചാവുമായി തൃത്തല്ലൂർ ചെട്ടിക്കാട് സ്വദേശി വലിയക്കൽ വീട്ടിൽ ശ്രാവൺ, പുളിഞ്ചോട് നിന്നും 10 ഗ്രാം കഞ്ചാവുമായി എത്തായി സ്വദേശി ചെമ്പിശ്ശേരിൽ വീട്ടിൽ ദത്തൻ എന്നിവരെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സബ് ഇൻസ്പെക്ടർ SM ശ്രീലക്ഷ്മി, സിവിൽ പോലീസ് ഓഫീസർമാരായ അലി, ഷിജിത്ത് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. മയക്കുമരുന്നായി ഉപയോഗിക്കുന്നത് കഞ്ചാവ് മുതൽ മാരക രോഗത്തിനുള്ള മരുന്ന് വരെ. എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിലാണ് പലതരത്തിലുള്ള മയക്കുമരുന്നിന്റെ കണക്കുകൾ ലഭിച്ചത്. MDMA, മെത്തഫിറ്റമിൻ, LSD, നൈട്രോസെഫം ടാബ്ലറ്റ്, ഹെറോയിൻ, ചരസ്, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ്, ബാങ്ക്. സംസ്ഥാനത്ത് കണ്ടെത്തിയത് മയക്കുമരുന്നിന്റെ വേറിട്ട രൂപങ്ങൾ. ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ളത് കഞ്ചാവ്. എക്സൈസ് തുടക്കം കുറിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് പരിശോധനകളിലാണ് വിവിധ തരത്തിലുള്ള മയക്കുമരുന്നുകൾ പിടികൂടിയത്. 77 കിലോയിലധികം കഞ്ചാവ് 5 ദിവസത്തിനകം പിടികൂടി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രീതികളും വ്യത്യസ്തമാണ്. ലഹരിക്കെതിരായ പരിശോധന കർശനമാക്കാനാണ് എക്സൈസ് തീരുമാനം. സ്കൂളുകൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരും. അതിർത്തി കടന്നെത്തുന്ന ലഹരിക്കെതിരെയും ജാഗ്രത തുടരും. നേരിട്ടെത്തിക്കുന്നവർ മുതൽ കൊറിയർ വഴി ലഹരി കടത്തുന്നവരുമുണ്ട്. മാരകാസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ലഹരിക്കായി ഉപയോഗിക്കുന്നവരുമുണ്ടെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. വരും ദിവസങ്ങളിൽ വാഹന പരിശോധനയും കർശനമാക്കുമെന്ന് എക്സൈസ് അറിയിച്ചു. TCV തൃശൂർ. മയക്കുമരുന്നിനെതിരെ പോരാടാനൊരുങ്ങി കയ്പമംഗലം നിയോജക മണ്ഡലം. മയക്കുമരുന്നിനെതിരെ ജനകീയ കൂട്ടായ്മകൾക്ക് രൂപം നൽകി. മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ, സർക്കാർ സംവിധാനങ്ങൾ, രാഷ്ട്രീയ, സാമൂഹിക, കലാകായിക സംഘടനകൾ, വിമുക്തി, യോദ്ധാവ് സ്നേഹത്തോൺ പദ്ധതികളുടെ സംഘാടകർ എന്നിവരെയെല്ലാം ഒരു കുടക്കീഴിൽ സംയോജിപ്പിച്ചാണ് ജനകീയ കൂട്ടായ്മ രൂപവൽക്കരിച്ചത്. മയക്കുമരുന്നിന്റെ വിതരണം, ഉറവിടം എന്നിവ കണ്ടെത്താനും ഇതിലുൾപ്പെടുന്നവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും കുട്ടികളടക്കം ഇതിന്റെ ഇരകളായവരെ മയക്കുമരുന്നിൽ നിന്നും മോചിപ്പിക്കാനും പ്രത്യേക പദ്ധതികൾ നടപ്പാക്കും. മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും മാർച്ച് മാസത്തിൽ തന്നെ ജനകീയ കൂട്ടായ്മകൾ രൂപവൽക്കരിക്കും. തുടർന്ന് ഏപ്രിൽ മാസത്തിൽ വാർഡ് തല സംഗമങ്ങളും അയൽപ്പക്ക സ്നേഹ സദസ്സുകളും സംഘടിപ്പിക്കും. വാർഡ് തലത്തിൽ നടത്താൻ സാധിക്കുന്ന 21 ഇന പ്രവർത്തന പരിപാടിക്കും യോഗം രൂപം നൽകി. മണ്ഡലം തലത്തിൽ അക്കാദമിക്, കൗൺസിലിംഗ്, ലീഗൽ, പ്രചരണം, കലാവിഭാഗം, കായിക വിഭാഗം, സാമ്പത്തികം എന്നിങ്ങനെ 7 സബ് കമ്മിറ്റികളും രൂപവൽക്കരിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗം കൂടുതലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രത്യേക പരിശോധന നടത്തുമെന്ന് AT ടൈസൺ MLA പറഞ്ഞു. നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഹോട്ട്സ്പോട്ട് ആയി കാണുന്ന അല്ലെങ്കിൽ പ്രശ്നസങ്കീർണമായി കാണുന്ന നമുക്ക് ചില പ്രദേശങ്ങളൊക്കെ കുട്ടികളൊക്കെ അങ്ങനെ തമ്പടിച്ച് അത്തരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രത്യേകമായിട്ടുള്ള പരിശോധന നടത്തും. നമ്മൾ പോലീസും എക്സൈസും അതിനോട് ബന്ധപ്പെട്ട് സന്നദ്ധ സംഘടനകളുടെ കൂടി സഹായത്താൽ അത് ചെയ്യാൻ കഴിയുമോ എന്നുകൂടി ആലോചിക്കുകയാണ്. TCV കയ്പമംഗലം. ജില്ലയിൽ ലഹരിക്കെതിരായുള്ള നടപടികൾ പോലീസ് കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും സമൂഹം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ പറഞ്ഞു. TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച് സ്കൂൾ, കോളേജ് അധികൃതർ പോലീസിനെ അറിയിക്കാത്ത പ്രവണതയുണ്ട്. ലഹരി കേസിൽ പ്രതിയായിട്ടുള്ളവർക്ക് വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണെന്നും അവരുടെ കുടുംബത്തിന്റെ വരെ സ്വത്തുക്കൾ വരെ കണ്ടുകെട്ടാൻ നിയമത്തിൽ വകുപ്പുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു.
നടപടികൾ പോലീസ് കുറച്ചും കൂടി ശക്തപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് സംസ്ഥാനം മുഴുവനുള്ള 20 പോലീസ് ജില്ലകളിലും കൂടുതൽ ലഹരി കേസുകൾ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലുള്ള ഡാൻസ് ഓഫ് ടീമിനെ കൊണ്ടും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനെ കൊണ്ടും പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംയുക്തമായിട്ട് കഴിഞ്ഞ ആഴ്ച തൊട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി പരിശോധന ചെയ്തു വരുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് എക്സൈസിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്തുണയായിട്ട് നമുക്ക് ഇതിൻ്റെ വിവരങ്ങൾ കൊടുക്കുന്ന ഒരുപാട് പേര് പുറത്ത് പറയാൻ ആഗ്രഹിക്കാതെ, പേര് പറഞ്ഞാലും ഓഫ്കോഴ്സ് പുറത്ത് വിടാതെ ഒരുപാട് നല്ല ഉദ്ദേശത്തോടുള്ള വ്യക്തികളുണ്ട്, പൊതുജനങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്. അവരുടെ സഹായം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കേസുകൾ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേ ഒരു സഹായം, അതേ ഒരു സഹകരണം എന്നതിന് പുറമെ അത് ഒരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടികൾക്കും നിങ്ങളുടെ ബന്ധുക്കൾ, അയൽവാസികൾ, അറിയാവുന്നവർ, അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ഭാവി തലമുറയായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു ബോധത്തോടു കൂടി കുറച്ചും കൂടി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യോദ്ധാവ് നമ്പറിൽ പറയാം, ADGP എല്ലാം കൺട്രോൾ റൂമിൽ പറയാം. ഈ നമ്പറുകൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ഇല്ല എന്ന് പറഞ്ഞാലും 112 വിളിച്ചിട്ട് 112 വിളിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതിൽ നിന്ന് നമുക്ക് ഈ കേസുകൾ, അതുപോലെ തന്നെ ലഹരി വിൽക്കാനായിട്ട് എത്തുന്നവർ, ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആൾക്കാരിൽ നമുക്ക് നിയമ നടപടി എടുക്കാൻ പറ്റും. വേറെ ഈ ലഹരി കേസുകളിൽ പ്രതിയായിട്ട് ഉള്ളവർ, ലഹരി കച്ചവടക്കാരായിട്ട് പോകുന്നവർക്ക് നാം പറയാനുള്ളത്, വധശിക്ഷ വരെ കിട്ടാനുള്ള കുറ്റങ്ങൾ ഈ നിയമത്തിലുണ്ട്. അതുപോലെ തന്നെ ലഹരി കേസിൽ പ്രതിയായിട്ടുള്ളവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പറയാനുള്ളത്, ഈ ലഹരി കേസിൽ പ്രതിയായിട്ടുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള അധികാരം ഈ നിയമത്തിലുണ്ട്. ഏകദേശം ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഈ ലഹരി കേസിൽ പ്രതിയായ ഒരു വ്യക്തിയുടെ പേരിൽ നമുക്ക് ഈ ലഹരി കേസിൽ വിറ്റ് ഉണ്ടാക്കിയ പൈസ അവർക്ക് പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നിയമപരമായിട്ടുള്ള അധികാരം നമ്മുടെ കയ്യിലുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ കുട്ടിയെ ഇരുത്തി ഡോർ ലോക്ക് ചെയ്ത നിലയിൽ കണ്ടെത്തി. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കാറിന്റെ ചില്ല് തകർത്ത് കുട്ടിയെ പുറത്തെടുത്തു. കുട്ടിയെ കാറിലിരുത്തി രക്ഷിതാക്കൾ പുറത്തു പോയിരിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുബൈർ ചേരുകയാണ്. സുബൈർ, പലപ്പോഴും ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിക്കാനിടയായിട്ടുണ്ട്. എത്രത്തോളം സമയം ഈ കുട്ടി കാറിലിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി? ആരോഗ്യം എങ്ങനെയാണ്? റിയ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും വീണ്ടും അതിനെ ഒരു ഉദാഹരണമായിട്ട് ഇന്നിവിടെ ഈ സംഭവം അരങ്ങേറിയിരിക്കുകയാണ്. രാത്രി 10 മണിയോടെയാണ്, രാത്രി 9 മണിയോടെയാണ് കർണാടക സ്വദേശികൾ കിഴക്കേ നടയിലെ അമ്പാടി പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ പാർക്ക് ചെയ്ത് ഇവർ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ കാറിനുള്ളിൽ നിന്ന് കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ തിരച്ചിൽ നടത്തിയത്. അപ്പോഴാണ് കാറിനുള്ളിൽ 6 വയസ്സ് പ്രായമുള്ള കുട്ടി കരയുന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാർ കാറിന്റെ പുറകിലെ ചില്ല് താഴ്ത്തിയതിനു ശേഷം ബലം പ്രയോഗിച്ച് താഴ്ത്തുകയാണ് ഉണ്ടായത്. എന്നാൽ നാട്ടുകാർ കൂടിയതോടെ കുട്ടി കൂടുതൽ ഉച്ചത്തിൽ കരയുകയും ബഹളം വെക്കുകയും ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി പിന്നീട് ക്ഷേത്രത്തിനകത്ത് അനൗൺസ് ചെയ്യുകയായിരുന്നു. ഈ വാഹനത്തിന്റെ ഉടമസ്ഥർ എത്രയും പെട്ടെന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിൽ തിരിച്ചെത്തണമെന്ന് അനൗൺസ് ചെയ്യുകയായിരുന്നു. നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ക്ഷേത്ര പരിസരത്ത് തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് 10 മണിയോടെയാണ് കുട്ടി രക്ഷിതാക്കളെ കണ്ടെത്തി എത്തിയത്. അപ്പോഴേക്കും കുട്ടി അവശ നിലയിലായിരുന്നു. പോലീസ് രക്ഷിതാക്കളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. റിയ, വിവരങ്ങൾ നൽകിയത് സുബൈറാണ്. മാള പുത്തൻചിറയിൽ 17-കാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലെ പ്രതിയെ 6 വർഷത്തെ തടവിനും 40,000 രൂപ പിഴ അടയ്ക്കുന്നതിനും ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചു. പുത്തൻചിറ കരാമ്പ്ര അമ്പാട്ടുപറമ്പിൽ വീട്ടിൽ സുകേഷിനെയാണ് ജഡ്ജി PA സിറാജുദ്ദീൻ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ PT ബാബുരാജ് കോടതിയിൽ ഹാജരായി. വീട് ലഭിക്കാതെ ജനം നെട്ടോട്ടമോടുമ്പോൾ മന്ത്രിമന്ദിരങ്ങൾ മൂടിക്കൂട്ടാൻ LDF സർക്കാർ തിരക്ക് കൂട്ടുകയാണെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷിംസൺ വടക്കേത്തലയുടെ സ്മരണാർത്ഥം യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി കാവലൂരിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരന്തത്തിൽ നാട്ടുകാർ ഒന്നാകെ സഹായങ്ങൾ അയച്ചിട്ടും ദുരന്തബാധിതർക്ക് ഇതുവരെ ഒന്നും ലഭിക്കാത്തതിനാൽ അവർ സമരപാതയിലാണ്. സർക്കാർ ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
സന്ദീപ് വാര്യരും ഷിംസന്റെ മാതാവ് ആനി വടക്കേത്തലയും ചേർന്നാണ് തറക്കല്ലിടൽ നിർവഹിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻഡോ ജോൺസൺ പുതുപ്പള്ളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച അമ്മയില്ലാത്ത 2 മക്കളുടെ 72 വയസ്സുള്ള പിതാവിന് നൽകേണ്ട ആശ്വാസകിരണം ധനസഹായം 2 മാസത്തിനകം അനുവദിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത സാമൂഹിക സുരക്ഷാ മിഷൻ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. 2017 ഡിസംബർ 29-ന് പരാതിക്കാരൻ സമർപ്പിച്ച അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ കാലതാമസം വരുത്തിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ സാമൂഹിക സുരക്ഷാ മിഷൻ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കുന്നംകുളം ചവന്നൂർ സ്വദേശിനി CC ചിന്നക്കുട്ടിയുടെ പരാതിയിലാണ് നടപടി. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ മോഷണ ശ്രമം നടത്തിയ മോഷ്ടാവിനെ കൈയോടെ പിടികൂടി പോലീസും നാട്ടുകാരും. കുപ്രസിദ്ധ മോഷ്ടാവ് അടിമാലി സ്വദേശി പത്മനാഭനെയാണ് കോട്ടയത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്ത്രപൂർവ്വം കുടുക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരി 7-ന് തലയോലപ്പറമ്പ് പള്ളിയിൽ നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ വടക്കാഞ്ചേരിയിലെത്തിയതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം വടക്കാഞ്ചേരിയിൽ തമ്പടിച്ചിരുന്നു. വടക്കാഞ്ചേരി പള്ളിയിൽ മോഷണത്തിനെത്തിയ മോഷ്ടാവിനെ പള്ളി അധികൃതരും പോലീസും ചേർന്ന് തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവിനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി മനപ്പടി ചിരിയങ്കണ്ടത്ത് നിജോയെയാണ് SHO G അജയകുമാർ അറസ്റ്റ് ചെയ്തത്. ഇയാൾ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണെന്ന് പോലീസ് പറഞ്ഞു. പീഡനത്തിനിരയായ യുവതി പ്രസവിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ പ്രതി എറണാകുളത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവമ്പാടി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള പ്രസാദ ഊട്ടും തിരുവമ്പാടി ശിവസുന്ദർ അനുസ്മരണവും സംഘടിപ്പിച്ചു. കൌസ്തുഭം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രസാദ ഊട്ടിൽ നിരവധി പേർ പങ്കെടുത്തു. ആറാട്ട് ദിവസമായ 17 വരെ ദിവസവും രാവിലെ 10:30 മുതൽ 1:30 വരെ പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും. 7ാമത് തിരുവമ്പാടി ശിവസുന്ദർ അനുസ്മരണ ചടങ്ങും നടന്നു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ടി എ സുന്ദർ മേനോൻ, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി പി ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭിന്നശേഷി നിയമനത്തിനായി തസ്തിക മാറ്റിവെച്ച എയ്ഡഡ് സ്കൂളുകളിലെ മറ്റ് അധ്യാപക നിയമനങ്ങൾക്ക് ഉടൻ അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കോർപ്പറേഷന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സാജൻ ഇഗ്നീഷ്യസ്, ഡോക്ടർ PC സിജി, TM ലത, ബിനോയ് T മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ആറ്റൂർ മനപ്പടിക്ക് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് മിനി ഗുഡ്സ് വാഹനം വീടിന്റെ മതിലും ഗേറ്റും വൈദ്യുതി തൂണുകളും ഇടിച്ചു തകർത്തു. KSEBയുടെ 2 പോസ്റ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ ഇതര സംസ്ഥാനക്കാരനായ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. 300 ഗ്രാം കഞ്ചാവുമായി ചൊവ്വന്നൂർ സ്വദേശിയെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഐനിക്കുളം അമ്പലം സ്വദേശി സനുവിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. അടുപ്പൂട്ടി മേഖലയിൽ ഉൾപ്പെടെ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ പ്രതിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,020 രൂപ, പവന് 64,160 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,393 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കുടൽമാണിക്യം ദേവസ്വത്തിൽ ജോലിയിലെ ജാതി വിവേചന വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരെന്ന് ദേവസ്വം ചെയർമാൻ
ജാതിയുടെ പേരിൽ തൊഴിലിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത് ആധുനിക സമൂഹത്തിന് ചേരാത്തതെന്ന് മന്ത്രി ആർ ബിന്ദു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ LSD കേസിൽ കുടുക്കിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. സംസ്ഥാനത്ത് മയക്കുമരുന്നിനായി ഉപയോഗിക്കുന്നത് കഞ്ചാവ് മുതൽ മാരക രോഗത്തിനുള്ള മരുന്നുവരെ ജില്ലയിൽ ലഹരിക്കെതിരെ സമൂഹം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ. മണലി മടവാക്കര റോഡ് തകർന്നു. ടോൾ ഒഴിവാക്കി ഭാരവാഹനങ്ങൾ പോകുന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന ആക്ഷേപം. റോഡിന്റെ വശങ്ങളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പ്രധാന ജലവിതരണ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തികൾ തുടങ്ങി. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള പൈപ്പുകളും 10 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പുകളുമാണ് മാറ്റുന്നത്. പാതിവഴിയിൽ നിർത്തിയ കൈമുക്ക് ജലസേചന പദ്ധതിക്ക് പുനരുജ്ജീവനം. പ്രദേശവാസികൾക്കേറെ ഉപകാരപ്രദമായ ജലസേചന പദ്ധതിയാണ് പമ്പിംഗ് നടത്താനാകാതെ ഉപേക്ഷിച്ചിരുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.